ചന്ദ്രോത്ത് ചന്ദ്രനെ അറിയത്തില്ലെന്നോ? എടാ 7 മണി തൊട്ട് 10 മണി വരെ പ്രൈം ടൈം ചന്ദ്രോത്ത് ചന്ദ്രന്റെ കയ്യിലാ. അതറിയാമോ? ഇദ്ദേഹം പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കാക്ക വളയും നടക്ക് പെണ്ണുങ്ങൾ വളയും. അവന്റെ വല്ല നെയ്യപ്പം വല്ല നെയ്യപ്പോ അതല്ല പറഞ്ഞത്. സാറിന്റെ ഏറ്റവും ഹിറ്റായ ഒരു സീരിയൽ അറിയാമോ? അമ്മായി വെച്ച അവിയൽ. 800 എപ്പിസോഡ് പോയിട്ട് അത് നിർത്തി വെച്ചേക്കുവാ. എന്തുകൊണ്ടാ? ആ അവിയൽ വളിച്ചു കാണും. പറഞ്ഞത് ഏതാ അതിന്റെ 2ാം ഭാഗം എടുക്കാൻ വേണ്ടി അത് ഡയറക്ടറും പ്രൊഡ്യൂസറും കൂടെ ചർച്ച ചെയ്തപ്പോഴത്തേക്ക് സാറും നായികയും കൂടെ മൂന്നാറിൽ 3 മാസം റൂം എടുത്ത് ഭയങ്കര ചർച്ചയായിരുന്നു. ഇത് സാറിന്റെ പെണ്ണ് കണ്ടുപിടിച്ച് യൂട്യൂബിൽ ഭയങ്കര സാർ അഭിനയായിരുന്നു. അയ്യോ ഇത് എന്റെ ഭാര്യ അല്ലായിരുന്നു. അയ്യോ ഇത് എന്റെ ഭാര്യ എങ്ങനെ വന്നുവിടാ, ഞാനിതൊന്നും അറിഞ്ഞതല്ല ഒന്നും പറഞ്ഞ് ഭയങ്കര അഭിനയമായിരുന്നു സാർ. ഏതാടാ നീ? ഞാൻ വൈദ്യശാല മറ്റേ അവിടെ ഏത് വൈദ്യശാല? നീലപ്രങ്കാതി നിന്റെ കൊട്ടൻ ചുക്കാതി നിന്നെ വിളിച്ചാളെ ഇവിടെ. എന്നെ ബൂസ്റ്റ് ചെയ്യാൻ നിന്നെ വിളിച്ചോ ഇവിടെ? നിന്നെ വിളിച്ചോ? ഞാനൊരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോ മര്യാദക്ക് എനിക്ക് നഷ്ടപരിഹാരം. സുഹൃത്തെ, ഞാൻ നിങ്ങളുടെ സീരിയലൊന്നും കാണാറില്ല. പിന്നെ ഭാര്യ കാണും. അയ്യോ, ഭാര്യയിലെ കാമുകനല്ലേ ഞാൻ? അപ്പൊ നീയാണോ എന്റെ ഭാര്യ എടുത്തിട്ട് കോളിംഗ് ബെല്ല് കണക്കിന് ഉമ്മ വിളിച്ചോണ്ടിരിക്കുന്നവൻ? അതല്ലെന്ന്, ഭാര്യ സീരിയലിലെ കാമുകനല്ലേ ഞാൻ? കാമുകൻ അട്ടുമാറി പുട്ട് തിന്നവൻ എന്ന് പറഞ്ഞ സീരിയലിൽ 8 കുറ്റി പുട്ടും തിന്നിട്ട് ഞാൻ ശ്വാസം വിടാതെ ഒരു ഡയലോഗ് ഉണ്ട്, അറിയോ? എന്തുകൊണ്ടാ? വിശന്നിട്ടായിരിക്കും. വിശന്നിട്ടാ? എടാ ആവണക്കണ്ണെ പൊക്കോളാന്ന്. വിശന്നിട്ടാണെന്നോ? ആ ഡയലോഗ് നാട്ടിപ്പാട്ടാന്ന്. ആ ഡയലോഗ് നാട്ടിപ്പാട്ടാ. നിങ്ങൾക്ക് അറിയോ എന്റെ വീട്ടിലെ അവസ്ഥ? പിണങ്ങിയിരുന്ന അമ്മാവന് വന്നത് 4 കുട്ട താറാമുട്ടായിട്ട് എന്റെ വീട്ടിൽ വന്നിരിക്കുന്നു. അതിന്റെ ആവശ്യം എന്താ? ഇത്രയും താറാമുട്ട കാര്യം എന്താ? എനിക്ക് അതിന്റെ ആവശ്യം എന്തോ? അല്ല നല്ലതല്ലേ? നല്ലതല്ലെങ്കിൽ നീ വാരത്തിനല്ല നല്ലതല്ലേ? അല്ല, ഞാനൊരു കാര്യം പറയുവാണ്. ഈ സമയത്ത് ഇങ്ങോട്ട് ക്ലിനിക്കിലോട്ട് രോഗികൾ വരുന്ന ടൈമാണ്. ഈ സമയത്ത് നിങ്ങൾ ഈ ഫ്ലെക്സിന്റെ പേര് പറഞ്ഞിട്ട് ഇവിടെ നിന്നിട്ട് ബഹളം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഇറങ്ങി പോടാ. ഇതടിച്ച് അതിൽ വെച്ചാ മതിയായിരുന്നല്ലേ? ഈ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞ സുഹൃത്തെ, ഇത് ഞാൻ പറഞ്ഞല്ലോ എയിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഫോട്ടോയാണ്. ഇപ്പൊ ഒരാളുടെ മുഖച്ചായുള്ള 7 പേരുണ്ട്. ഇനി 6 പേര് നഷ്ടപരിഹാരം ചോദിച്ചോട്ട് വന്നാൽ ഞാൻ അവർക്ക് പൈസ എടുത്ത് കൊടുക്കേണ്ടി വരും. അത് തന്നെയല്ല, ഞാൻ ഇതിന്റെ ഫ്ലെക്സ് അടിച്ച് എന്തോരോ സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയാമോ? ഈ സ്ഥലങ്ങളിലെല്ലാം ചെന്ന് അത് കീറിക്കളയെന്ന് പറഞ്ഞാൽ അത് എനിക്കെന്തും മാത്രം കാശുണ്ടാക്കാൻ നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഞാനങ്ങ് തമിഴ്നാട്ടിലും ഇതിന്റെ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ ആരംഭിച്ചിരിക്കുകയാണ്. ഇതേ ഫ്ലെക്സ് തന്നെയാണ് ഞാൻ തമിഴ്നാട്ടിലും കൊണ്ട് വെക്കാൻ പോകുന്നത്. സൺ ടി വി പോലും എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല. അതല്ലേ ഈ സീരിയലില്ലാത്തവ സാർ ഒന്ന് ചെയ്യും. താറിട്ട റോട്ടിൽ ഇരുന്ന് നിരങ്ങും ഞാൻ. എന്ത് ചെയ്യാൻ കുഴപ്പം? ഞാൻ എന്ത് ചെയ്യാൻ നീ ചോദിക്കേണ്ട കാര്യം എന്തോ? ഇതേപോലെ ഒരു നടന അവസ്ഥ വന്നിട്ടുണ്ട്. എന്തവസ്ഥ? ബോംബെയില് ഗൃഗറി എന്ന് പറയുന്ന നടനം ആ നായികയായിട്ട് ഗോസിപ്പ് എന്റെ ഒരു ഫ്ലെക്സ് എഴുതി ഒട്ടിച്ച് എന്റെ ഒറ്റമൂലി ഉണ്ടല്ലോ, ഒറ്റമൂല് കഴിച്ചിട്ട് ഞാൻ ബോംബെ ഫ്ലെക്സിന്റെ ഫ്രണ്ടിൽ നിന്ന് ഒരൊറ്റ ചവിട്ട് എന്നിട്ടൊരു ഊത്തു. ഫ്ലെക്സ് എല്ലാം കൂടെ പറന്നങ്ങ് പോയിട്ടാ സാറേ. ഒറ്റ ഫ്ലെക്സ് അവിടെ ഇല്ല. നിന്റെ അരിഷ്ടത്തിന്റെ പേര് ബാലയ്യ എന്നാണ്. അരിഷ്ടത്തിന്റെ പേര് ബാലയ്യ എന്നാണ്. നിന്റെ ഊത്ത് കഥ കൊണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് പൊക്കോളാം. ഊത്ത് കഥ മര്യാദക്ക് സാർ നഷ്ടപരിഹാരം തരണം.